കോൺഗ്രസിൽ ഒരു സ്ഥാനവും കിട്ടുന്നില്ല. ഇപ്പൊ തന്നെ നമ്മുടെ കൂടെ ഏറ്റവും കൂടുതൽ ബിന്ദു കൃഷ്ണ, പേരെടുത്ത് തന്നെ പറയാണ്ട് ഇഡി ചോദ്യം ചെയ്യുന്നു. ഒന്ന് ആലോചിച്ചു, അവരൊക്കെ ദൈവം തന്നെ കൊടുത്തുള്ളൂ ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ. രാഷ്ട്രീയം നിർത്തിയാൽ കൊള്ളാന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തിന്റെ ആരോഗ്യം കളയുന്നത്? എന്റെ ഭാര്യ ഒരു തീരുമാനം എടുത്തു പോയി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമല്ലേ? ഒരു കളത്തരത്തിനല്ലോ പോകുന്നത്. നാട്ടിൽ അറിയപ്പെടുന്ന ഒരു പാർട്ടിയും അതിന്റെ ഒരു നല്ലൊരു നേതാവ് ഉള്ള ഒരു പാർട്ടിയാണല്ലോ. ഞാനും വലിയ തമ്മിൽ രാഷ്ട്രീയം സംസാരിക്കാറില്ല. ബ്രദറിലോ എന്നുള്ള നിലയ്ക്ക് വല്ല കുടുംബകാര്യങ്ങൾ പറയുന്നതല്ല, ഞങ്ങൾ രാഷ്ട്രീയം സംസാരിക്കാറില്ല. വ്യക്തി ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും പത്മജ വേണുഗോപാലിന് പൂർണ്ണ പിന്തുണ നൽകുന്നയാളാണ് ഭർത്താവ് ഡോക്ടർ വേണുഗോപാൽ. ഡോക്ടർ ലീഡർ കെ കരുണാകരന്റെ മകൾ BJPയിലേക്ക് പോകുന്നു എന്നത് അവിശ്വസനീയമായൊരു വാർത്തയാണല്ലോ. എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? തീർച്ചയായിട്ടും നമ്മളെല്ലാം വളരെ മനോവേദനയോടുകൂടിയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഒരിക്കലും നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള കോൺഗ്രസ് കുടുംബത്തെയായിട്ട് കണ്ടു വളർന്നിട്ടുള്ളത്. ഞാൻ കുട്ടിക്കാലത്തും ഒക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ ഈ കാലം ചെല്ലുന്തോറും നമുക്കൊരു ആ പാർട്ടിയുടെ താഴേക്കുള്ള പോക്ക് കണ്ടിട്ട് എനിക്കൊരു പ്രൊഫഷണൽ നൽകി, ഞാൻ രാഷ്ട്രീയക്കാരനല്ല, രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല, ഒരു രാഷ്ട്രീയ അഭിപ്രായം പറയാറില്ല, ഒരു രാഷ്ട്രീയ വേദിയിൽ ഇതുവരെ ഞാൻ ഒരു കസാരയിട്ട് കയറി ഇരുന്നിട്ടില്ല. എന്നുള്ള അവിടെ ഈ രാഷ്ട്രീയത്തിനെ ഫോളോ ചെയ്ത് എനിക്ക് ഇഷ്ടമായിരുന്നു. അച്ഛനുള്ള സമയത്ത് തൊട്ടും എല്ലാം അന്നത്തെ രാഷ്ട്രീയം ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും കോൺഗ്രസിന്റെ പ്രധാന പ്രശ്നം ഒരു പരാതി പറയാൻ ഒരു സ്ഥലമില്ല, ഒരിടമില്ല, പരാതി കേൾക്കാൻ ഒരാളില്ല. ഒരു അച്ഛനൊക്കെ ഉള്ള സമയത്ത് ഭയങ്കര വഴക്കൂടി ഇടികൂടി കയറി വന്ന് പുറത്തു പോകുമ്പോൾ അവർ ചിരിച്ച് തോളത്ത് കയറ്റേ പോകുള്ളൂ. ഇതല്ല. പ്രത്യേകിച്ച് തൃശ്ശൂരത്തെ ഇലക്ഷൻ കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, എത്രയും കഷ്ടപ്പെട്ട് പലപ്പോൾ അന്ന് രോഗം കൂടി കഴിഞ്ഞ് ഉള്ള സമയത്താണ്. നമ്മുടെ കയ്യിൽ അന്ന് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് നമുക്ക് കിട്ടിയിരുന്നില്ല. നമ്മുടെ കയ്യിൽ നിന്നുള്ള പൈസ എടുത്ത ഇലക്ഷൻ നിന്ന് ജയിക്കുന്ന എല്ലാ ഇന്റലിജൻസ് റിപ്പോർട്ടും ഈവൻ LDF വരെ പലപ്പോൾ ജയിക്കുന്നുള്ള റിപ്പോർട്ടാണ് വന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് മനഃപൂർവ്വം നമുക്കറിയാൻ ചെയ്ത ആൾക്കാർ ഇറക്കിയെന്ന് അവരെ പറ്റി ഒന്ന് അന്വേഷണം ഒരു പാർട്ടിക്ക് എഴുതി കൊടുത്തിട്ട് അതുപോലും വലിച്ചുകറി കളയുക ചെയ്തത്. അപ്പോൾ നമുക്ക് ഒരു ഇത് കിട്ടിയിട്ടില്ല. ഇതിലും കൂടുതൽ നമുക്ക് ആ ട്രിവാൻഡ്രം സ്ഥലം AKG സെന്ററിന്റെ മോഡലിൽ സ്ഥലം ഇതാവാനായിട്ട് LDFകാരും കൂടി ആ സ്ഥലം തിരിച്ചെടുത്തില്ല. അത്രയും അച്ഛനോടുള്ള ബഹുമാനം കാരണം മുഖ്യമന്ത്രി കൂടി ആ സ്ഥലം പണിതുള്ളൂ, എല്ലാ സഹായം ചെയ്തു തരാമെന്ന് പൽമയ്ക്ക് വാക്ക് കൊടുത്താണ്. അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അതൊക്കെ പൽമയോട് പറഞ്ഞിട്ടുള്ള കഥകളാണ്. ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടില്ല, ഞാൻ അതിന്റെ ഒരു ഭാരവാഹിത്വത്തിലും ഇല്ല. മുരളിയും മറ്റേ KPCC പ്രസിഡന്റൊക്കെ ആയിരുന്നു. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടി ഞാനാണ് വലുത്, നീയാണ് വലുത്, ഞാനായ പൈസ തരില്ല, നീയായ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അത് കംപ്ലീറ്റ് 25. അതാണ് പൽമയ്ക്ക് ഏറ്റവും കിട്ടിയ അടി. ഇതൊരു ലോക്സഭാ ഇലക്ഷന്റെ സമയം എന്ന് പറയുന്നത് നിർണായകമായൊരു സമയമാണല്ലോ. ഈ സമയത്ത് ഇത്തരം ഒരു തീരുമാനമെടുക്കാനുള്ള പ്രകോപനം എന്താണ്? അല്ലെ, ലോക്സഭാ ഇലക്ഷൻ വരുന്നവർക്കൊക്കെ അറിയാലോ, മെയിൽ വരുന്ന എല്ലാവർക്കും അറിയില്ലേ. ഇത് മാസങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുന്ന കംപ്ലൈന്റുകളാണ്. അതൊന്ന് അന്വേഷിക്കണം. എന്നിട്ട് ആ മണ്ഡലത്തിൽ പൽമയ്ക്ക് എതിരായിട്ട് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത ആളെ തന്നെ പൽമ റിക്വസ്റ്റ് ചെയ്തു, അവിടെ നിങ്ങളുടെ ആൾക്കാരെ വെച്ചോളൂ, ഈ മനുഷ്യനായിട്ട് വ്യക്തി അവിടെ വെക്കരുത്, അയാളെ തന്നെ അവിടെ വെച്ച് പൽമയ്ക്കെതിരായിട്ട് ഇത് കൂട്ടായിരുന്നു. അതിന് സീനിയർ ലീഡേഴ്സും കൂടിയും അച്ഛൻ വളർത്തി കൊണ്ടുവന്ന പല ആൾക്കാരും എൻ്റെ പുറയിൽ ഉണ്ട്. ഞാൻ ആ പേരൊന്നും പറയുന്നില്ല, ഇവരെല്ലാം ഞാൻ കുട്ടിക്കാലം തൊട്ട് കാണുന്നതാണ്. പക്ഷേ മനുഷ്യൻ ഒരിക്കലും പഴമ മറക്കരുത്, ഇത്ര എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ ഒന്നുകൂടെ, ഇപ്പോൾ ഈ BJP ആയിട്ടുള്ള ആശയവിനിമയം എപ്പോൾ ആരംഭിച്ചതാ? ഇല്ല, അത് കുറക്കാലം എടുക്കുന്ന അവരെല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നു, പ്രോമന്റ് ആൾക്കാർ, ഈവൻ പത്മനാഭ നിലയെക്കാട്ടി കൂടുതൽ ലീഡറുടെ മകളെന്നുള്ള നിലയ്ക്ക്. അപ്പം അതൊക്കെ നമ്മൾ ഇങ്ങനത്തെ ആലോചിച്ചിട്ട് പോലും ഇല്ല. ഇപ്പോഴും സഡൻ തീരുമാനമാണ്, ആലോചിച്ചിട്ടില്ല. പാർട്ടി ഞാൻ പറഞ്ഞു എന്തായാലും ഇത്രയും കാലമൊക്കെ രാഷ്ട്രീയത്തിൽ നിന്നു, ഇനി മതിയാക്കി നമുക്ക് വീട്ടിലിരിക്കാം, എന്തിനാ വെറുതെ രാഷ്ട്രീയം, ഈ ഇപ്പോഴത്തെ രാഷ്ട്രീയം ഒട്ടും നല്ലതല്ല. അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ബന്ധുക്കൾ ആരും സമ്മതിക്കില്ല, പത്മജ വെറുതെ ഇരിക്കരുത്, രാഷ്ട്രീയത്തിൽ വരണം, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ. കോൺഗ്രസിൽ ഒരു സ്ഥാനവും കിട്ടുന്നില്ല. ഇത്രയും കാലങ്ങളായിട്ട് ഇലക്ഷൻ സീറ്റ് തന്നുള്ള കറക്റ്റാണ്, എന്നും മോശം സമയത്താണ് ഇലക്ഷൻ സീറ്റ് നിൽക്കാറുള്ളത്. പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ ജയിക്കുന്ന ചാൻസ് നമ്മുടെ ആൾക്കാർ കൂടി കൊണ്ട് കളഞ്ഞു. ഇപ്പം തന്നെ നമ്മുടെ കൂടെ ഏറ്റവും കൂടുതൽ ബിന്ദു കൃഷ്ണ, പേരെടുത്ത് തന്നെ പറയാണ്ട് ഇഡി ചോദ്യം ചെയ്യുന്നു. ഒന്ന് ആലോചിച്ചു, എൻ്റെ ഇഡി പോയിട്ട് കഴിഞ്ഞ 30 പോലിട്ട് സംശുദ്ധമായ പീഡിയാട്രിക് പ്രാക്ടീസ് നടന്ന ഡോക്ടറാണല്ലേ, ലേബിയുടെ കുട്ടിയെ വരെ ഞാനും നോക്കുന്നത്, കുട്ടികളെ ഞാനും നോക്കുന്നത്, സജീതന്റെ മക്കളെ അറിയാലോ. അപ്പോൾ അങ്ങനത്തെ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അവർ എത്ര കാലം നമ്മുടെ വീട്ടിൽ അച്ഛൻ്റെ അടുത്ത് കയറി ഇറങ്ങിയ ആളാണ് ഈ ബിന്ദു കൃഷ്ണ. ഞാൻ പേരെടുത്ത് തന്നെ പറയട്ടെ, അവരൊക്കെ ദൈവം തന്നെ കൊടുത്തുള്ളൂ ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരോട്. ഡോക്ടർ, ഇതുപോലെ ഈ BJPയിലേക്ക് ഒരു മാറാൻ പോവുകയാണെന്നോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു മടുപ്പുണ്ട്, പാർട്ടി മാറും അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കും എന്നുള്ള രീതിയിലുള്ള ആശയവിനിമയം ആരോടെങ്കിലും നടത്തിയിട്ടുണ്ടോ? അല്ല, BJP ചേരുന്ന ഒരിക്കലും നമ്മൾ സ്വപ്നത്തിൽ പോലും ആലോചിച്ചില്ല. ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയാണ്, രാഷ്ട്രീയം നിർത്തിയാൽ കൊള്ളാന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തിനാ ആരോഗ്യം കളയുന്നത്? കണ്ടമാനം പൈസ നമുക്ക് ഇലക്ഷൻ നഷ്ടപ്പെട്ടു, ആവശ്യമായിട്ടും അനാവശ്യമായിട്ടും ചോദിച്ചവർക്കൊക്കെ പൈസ എടുത്ത് കൊടുത്ത്. പൽമയുടെ കൈ അങ്ങനെയാണ്, ആരും സഹായിച്ചാലും. ഇപ്പോൾ പല ആൾക്കാരും ചെയ്യുന്നത് ഇപ്പോൾ TV കാണിച്ചും, പൽമജ അങ്ങനെ ആൾക്കാരെ സഹായിക്കുന്നൊന്നും TV ആരും പൽമജ പോകാറുമില്ല, ക്യാമറ കൊണ്ടുപോകാറുമില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഇലക്ഷൻ അതും വെറും 900 ഉണ്ട്. ജയിക്കേണ്ട നമുക്ക്, ഞാൻ എണ്ണുമ്പോൾ തൃശ്ശൂർ വീട്ടിലുണ്ടായിരുന്നു, ജയിക്കാൻ ഉള്ള സ്ഥലത്താണ് പൽമജ താഴെ പോയി തോറ്റുപോയത്.
അതാണ്. ഇപ്പോൾ രാജ്യസഭാ സീറ്റിലേക്ക് വരുമെന്നും ഇനി രാജ്യസഭാ സീറ്റ് ലീഗിൽ കൊടുക്കാനുള്ളൊരു തീരുമാനം വന്നതാണ് ഇതിന് ഒരു പിന്മാറ്റത്തിന് പിന്നിൽ എന്നൊക്കെയുള്ള ആരോപണമുണ്ട്. അതിനെ എങ്ങനെ കാണുന്നു? ഒരിക്കലുമില്ല. അങ്ങനെ എല്ലാവരും പറയില്ലേ, ഒരു എന്താ പറയണ്ടേ, യാതൊരു മുൻ ഇതുമില്ലാതെ അങ്ങനത്തെ രീതിയിൽ തന്നെ പോകുന്നുള്ളൂ. നമ്മൾ കിട്ടിയാൽ വാങ്ങിക്കും, അല്ലാതെ ഇനി ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കുക. പിന്നെ ഇപ്പോ കോൺഗ്രസ് ലീഗിന് രാജ്യസഭാ സീറ്റ് വരുന്നത് കൊടുക്കാനുള്ളൊരു തീരുമാനം വന്നല്ലോ, അതല്ലല്ലോ പ്രകോപനം. ഓക്കെ BJP എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഓഫർ വെച്ചിട്ടുണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ, ഉണ്ടായിരിക്കാം. കാണാൻ അംഗത്വത്തിന് ശേഷം പറയായിരിക്കും. ഇതുവരെ ഈ നിമിഷം വരെ എന്റെ അറിവിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു സാധാരണ അംഗമായിട്ട് അംഗത്വം എടുക്കാന്ന രീതിയിലോ പറഞ്ഞിട്ടുള്ളത്. മുതിർന്ന നേതാക്കൾ ആരൊക്കെയായിട്ടാണ് ചർച്ച നടത്തി കഴിഞ്ഞത്? എനിക്ക് അപ്പോൾ അവര് ഡൽഹിയിലായതാണ് എനിക്ക് അറിഞ്ഞൂടാ. കണ്ടിരുന്നു. അദ്ദേഹം മറ്റേ എന്താണ് പ്രകാശ് ജാവ്ദേക്കർ അവരെ കണ്ടിരുന്നു. ഏതായാലും BJPയിൽ സജീവമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഡോക്ടറുടെ എല്ലാ പിന്തുണയും ഉണ്ടായിരിക്കും. ഞാനത് എന്റെ വ്യക്തി ബന്ധമാണല്ലോ. എന്റെ ഭാര്യ ഒരു തീരുമാനം എടുത്തു പോയി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമല്ലേ. ഒരു കള്ളത്തരത്തിനല്ലോ പോകുന്നത്. നാട്ടിൽ അറിയപ്പെടുന്ന ഒരു പാർട്ടിയും അതിന്റെ ഒരു നല്ലൊരു നേതാവ് ഉള്ള ഒരു പാർട്ടിയാണല്ലോ. പറഞ്ഞാൽ കേൾക്കാൻ അവരും തയ്യാറാവുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ ഒരു ഇലക്ഷന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ സഹോദരൻ K മുരളീധരൻ കൂടി മത്സരിക്കുന്ന ഇലക്ഷനാണ്. ആ ഒരു ആലോചന കടന്നു വന്നിട്ടുണ്ടോ? മുരളീധരന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്തായിരിക്കും നോക്കിച്ചിട്ടുണ്ടോ? വിളിച്ചില്ല. ഞാനും മുരളി തമ്മിൽ രാഷ്ട്രീയം സംസാരിക്കാറില്ല. ബ്രദറിലോ എന്നുള്ള നിലയ്ക്ക് വല്ല കുടുംബകാര്യങ്ങൾ പറയുന്നതല്ല, ഞങ്ങൾ രാഷ്ട്രീയം സംസാരിക്കാറില്ല. ഈ വിഷയം അറിഞ്ഞതിന് ശേഷം കോള് വന്നിട്ടുണ്ടോ? എന്നെ വിളിച്ചിട്ടില്ല. അവർ സംസാരിച്ചത് എനിക്കറിയില്ല. ഡോക്ടർ, ഏതായാലും പത്മജ വേണുഗോപാലിന്റെ ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും എപ്പോഴും കൂടെ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് തന്നെയാണ് ഈ ഘട്ടത്തിലും പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.